ഹലോ ഗൈസ്, നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡെർമ റോളർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഡെർമ റോളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാച്ചിയായിട്ടുള്ള താടി ഫില്ല് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ നെറ്റ് കയറി അടുത്ത് അവിടെ മുടി വരും, അതല്ലെങ്കിൽ നമുക്ക് മുടി കൊഴിയുന്നത് തടയാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടാവും. പ്രധാനമായിട്ടും ഡെർമ റോളറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് സ്കിന്നിന് വേണ്ടിയുള്ളതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡെർമ റോളറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പറയാൻ പോകുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, പിന്നെ എങ്ങനെയാണ് ഡെർമ റോളർ സ്കിന്നിൽ എഫക്റ്റ് ചെയ്യുന്നതെന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മൊത്തത്തിൽ കാണാൻ ശ്രമിക്കുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഡെർമ റോളറാണ്. ഇത് 0.5 mm ആണ്. 540 ടൈറ്റാനിയം നീഡിൽ വരുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയാട്ടോ. 270 രൂപ സംതിങ് റേറ്റ് ആയത്, ഡെലിവറി ചാർജ് അടക്കം. അപ്പം ഡെർമ റോളർ നമുക്ക് സാധാരണയായിട്ട് പല സൈസിലുണ്ടാവും. അതായത് 0.25 mm, 0.5 mm, 0.75 mm, പിന്നെ 1 mm എബോ ഉണ്ടാവും. സാധാരണയായിട്ട് ഈ ഒരു 0.25 mm ഉപയോഗിക്കുന്നത് സ്കിന്ന് കെയർ ചെയ്യാൻ വേണ്ടി, അതായത് നമുക്ക് ഏജ് ആവുന്നതനുസരിച്ച് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ചുളിവൊക്കെ മാറാൻ വേണ്ടിയാണ് പൊതുവെ 0.25 ഉപയോഗിക്കുന്നത്. കൂടുതലും സ്ത്രീകൾ ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ. ആഴ്ചയിൽ ഒരു 1-2 തവണ നമുക്ക് ഈ ഒരു 0.25 ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് 0.5 mm. ഇത് ശരിക്കും ഉപയോഗിക്കുന്നത് നമുക്ക് പിമ്പിളൊക്കെ വന്നിട്ട് ആ ഒരു പാടും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയാണ് 0.5 mm ഉപയോഗിക്കുന്നത്. ഇത് സാധാരണയായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് 0.75 mm. ഇതും ശരിക്കും പറഞ്ഞാൽ ഈ ആക്നെയുടെ പാടൊക്കെ വന്നിട്ട് നല്ല ബ്ലാക്ക് സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് 0.75 mm വരുമ്പോൾ. 0.75 mm 2 ആഴ്ച കൂടുമ്പോഴേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്തതാണ് 1 mm. 1 mm നമ്മൾ ഉപയോഗിക്കുമ്പം നമുക്ക് ബോഡിയിലെ ഹാർഡായിട്ടുള്ള ഭാഗങ്ങളിൽ, അതായത് നമുക്ക് തലയോട്ടിയിൽ ഉപയോഗിക്കാം, പിന്നെ നമ്മുടെ സ്ട്രെച്ച് മാർക്കുകളൊക്കെ മാറുന്നതിന് ഉപയോഗിക്കാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് 1 mm. 1 mm എപ്പോഴും മാസത്തിൽ ഒരിക്കൽ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതിൻ്റെ മുകളിലോട്ടുള്ളത് എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കും. 1 mm എബോ ഉപയോഗിക്കുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ളവരാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഇതാണ് ഡെർമ റോളറിന്റെ സൈസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ കണ്ട ആ ഒരു ചാർട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യമായതെന്ന് നോക്കിയിട്ട് ഒന്ന് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഡെർമ റോളർ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ എഫക്ട് ചെയ്യുന്നതെന്ന്. ഡെർമ റോളർ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മുടെ സ്കിന്നിലുള്ള കൊളാജൻ പ്രൊഡക്ഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രോട്ടീനാണ്. നമുക്ക് ഏജ് ആകുന്നതനുസരിച്ച്, നമുക്ക് ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്കിന്നിലുള്ള കൊളാജൻ എന്ന പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അളവ് കുറയുന്നത് കൊണ്ടാണ് നമുക്ക് ഏജ് ആകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ചുളുങ്ങി പോകുന്നതും സ്കിന്നിൽ പാടുകളും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്നത്. അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും ഡെർമ റോളർ കണ്ടുപിടിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഈ ഒരു ഡെർമ റോളറിൽ ചെറിയ ചെറിയ നീഡിൽസ് ഉണ്ട്. നമ്മളിത് സ്കിന്നിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ചെറിയ മൈക്രോ ഇഞ്ചറി ഉണ്ടാവും. അങ്ങനെ നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലെ ലെയറിൽ ചെറിയ മുറിവുകൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് ബ്ലഡ് സർക്കുലേഷൻ വരും. ബ്ലഡ് വരുമ്പോൾ ആ ഒരു ബ്ലഡ് കോട്ട് ചെയ്യുന്നതിനും നമ്മുടെ ആ മുറിവ് ഉണങ്ങുന്നതിനും വേണ്ടി നമ്മുടെ ബോഡി തന്നെ ഈ കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഈ ഒരു കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീന് നമ്മുടെ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെല്ലുകളെ റിമൂവ് ചെയ്തിട്ട് അവിടെ പുതിയ സ്കിൻ സെല്ലുകളെ റിപ്പയർ ചെയ്ത് വെക്കും. ഇതാണ് ശരിക്കും കൊളാജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീന്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇങ്ങനെ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെല്ലുകൾ റിമൂവ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തെ പാടുകളും ചുളിവുകളും അതല്ലെങ്കിൽ ഈ കറുത്ത സ്പോട്ടുകളൊക്കെ മാറുന്നതിന് സഹായിക്കും. ഇതാണ് ശരിക്കും ഡെർമ റോളറിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇതിന്റെ സെയിം മെത്തേഡാണ് നമ്മളിപ്പം താടിക്കും മുടിക്കും ഡെർമ റോളർ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത്. അതായത് നമ്മളിത് ഉപയോഗിക്കുന്ന ഭാഗത്തേക്ക് കൂടുതലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ വരും. അന്നേരം നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് കൂടുതലായിട്ട് ഹെൽത്തി ആവുകയും അവിടേക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീനും ന്യൂട്രിയൻസ് ഒക്കെ എത്തുകയും ചെയ്യും. ഇങ്ങനെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഹെൽത്തി ആവുന്നതനുസരിച്ച് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൽ കൂടുതലായിട്ട് ഹെയർ വളരുന്നതിന് സഹായിക്കും. നമ്മുടെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് സഹായിക്കും. ഇതാണ് മെയിനായിട്ട് ഡെർമ റോളർ നമ്മൾ സ്കിന്നിൽ ഉപയോഗിക്കുമ്പോഴും അതല്ലെങ്കിൽ നമ്മൾ താടിക്ക് ഉപയോഗിക്കുമ്പോഴും മുടിക്ക് ഉപയോഗിക്കുമ്പോഴും ഗുണം ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡെർമ റോളർ നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ക്ലീൻ ചെയ്യണം. അതായത് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അണുക്കളും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കളയണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിനെ ഒരു ആന്റിസെപ്റ്റിക് ലിക്വിഡിൽ ഒരു 10 മിനിറ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് മുക്കി വയ്ക്കുക. അങ്ങനെ ഇതിൽ അണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കളഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, കാരണം നമ്മൾ റിസ്ക് എടുത്ത് നമ്മുടെ സ്വന്തം റിസ്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഒട്ടും ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ വൃത്തിയാക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. അതിന് നമുക്ക് മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് വെള്ളത്തിന്റെ അംശമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് നമ്മൾ ഡെർമ റോളർ ഉപയോഗിക്കുക. ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു ഡെർമ റോളർ ശരിക്കും നമ്മൾ ആദ്യം തന്നെ അപ്പ് ആൻഡ് ഡൗൺ ഉപയോഗിക്കുക. അതിനുശേഷം നമ്മൾ സൈഡ് ടു സൈഡ് ഉപയോഗിക്കുക, പിന്നെ ഡയഗണലി ഉപയോഗിക്കുക. ഇതാണ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ക്രമം. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 15 തവണ നമ്മൾ ഒരേ ഡയറക്ഷനിൽ ഉപയോഗിക്കാം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ അതുപോലെ തന്നെ ഒന്ന് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കണ്ട പോലെ ഉപയോഗിക്കുക. ആദ്യം നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും ചെയ്തു, അതിനുശേഷം സൈഡ് ടു സൈഡ് ഫേസിൻ്റെ എല്ലാ ഭാഗത്തും ചെയ്തു, പിന്നെ നമ്മൾ ഡയഗണലി ആയിട്ട് ഫേസിൻ്റെ എല്ലാ ഭാഗത്തും ചെയ്തു. ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷവും നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആ ഒരു ആൻറ്റിസെപ്റ്റിക് ലിക്വിഡിൽ മുക്കി വയ്ക്കുക. ഒരു 30 മിനിറ്റ് നമ്മൾ മുക്കി വെച്ചതിന് ശേഷം എടുത്ത് ആ ഒരു ബോക്സിൽ വെച്ചിട്ട് നമ്മൾ സേഫ് ആയിട്ട് വയ്ക്കുക. അങ്ങനെ വേണം ഈ ഒരു സാധനം ഉപയോഗിക്കാൻ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെർമ റോളർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് 1 മണിക്കൂറത്തേക്ക് നമ്മൾ വാഷ് ചെയ്യാനൊന്നും ചെയ്യരുത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ സ്കിൻ കെയർ പ്രോഡക്റ്റ് ഇല്ലേ, ഇപ്പോൾ നമ്മൾ താടിക്ക് ബിയർഡ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ നമ്മൾ വിറ്റാമിൻ സിൻ്റെ സിറം ഉപയോഗിക്കുന്നുണ്ടോ, ഇതൊന്നും നമ്മൾ 24 മണിക്കൂറത്തേക്ക് ഉപയോഗിക്കരുത്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉപയോഗിക്കുക. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം, ഇത് ആരൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാളാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെർമ റോളർ ആ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല. അതുകൂടാതെ തന്നെ നമുക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിൽ, പിമ്പിൾസ് പൊട്ടിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കരുത്. അതുകൂടാതെ തന്നെ നമുക്ക് മുറിവുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഡെർമ റോളർ ഉപയോഗിക്കരുത്. അത് കഴിഞ്ഞ് മുറിവൊക്കെ ഉണങ്ങിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ സാധാരണയായിട്ട് ഡെർമ റോളറിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കോളും, അത് കുഴപ്പമില്ല. നമ്മൾ ഓവറായിട്ട് പ്രഷർ എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്നാൽ മതി. അതുകൂടാണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് പീൽ ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതും നമ്മൾ ഓവറായിട്ട് പ്രഷർ കൊടുത്തിട്ട് ഉപയോഗിക്കുമ്പോഴാണ് സ്കിൻ പീലിംഗ് ഉണ്ടാകുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മളിത് നല്ല രീതിയിൽ കെയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഇൻഫെക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോൾ ആൻറ്റിസെപ്റ്റിക് ലിക്വിഡ് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. ഒരു 60 രൂപയൊക്കെ റേഞ്ചേ ഉള്ളൂ ഒരു 100 ml ഒരു ആൻറ്റിസെപ്റ്റിക് ലിക്വിഡിന്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡെർമ റോളർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മൾ നേരത്തെ ഒരു ഗ്രാഫ് കാണിച്ചില്ലേ, ആ ഒരു ഗ്രാഫിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കാം. പിന്നെ നമ്മൾ വിറ്റാമിൻ സി സിറം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. നമ്മുടെ ടെക്കി യാത്രയിലെ അനന്തു എന്ന് പറയുന്ന ഒരു മച്ചാൻ ഈ ഒരു വിറ്റാമിൻ സി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ഡെർമ റോളർ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിറ്റാമിൻ സി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്കൊന്ന് കയറി നോക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ഡെർമ റോളർ വാങ്ങിച്ചത് ഞാൻ ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി മേടിക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ല. ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആ ഒരു ലിങ്ക് വഴി കയറി മേടിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്ത് തരാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ചെയ്യാറുണ്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാൻ മറന്നു വരുന്നത് കേട്ടോ. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.